ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ്. സിനിമ എടുക്കുക, സിനിമ എടുക്കുക, സിനിമ എടുക്കുക എന്നുള്ളതാണ്. സിനിമയിലേക്ക് വന്നിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് സിനിമ കഴിഞ്ഞപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് സിനിമ പഠിക്കുക എന്നുള്ളതിലേക്ക് എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റായി എന്നുള്ളതാണ് എനിക്ക് സിനിമ എന്നുള്ള ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സംഭവിച്ചിട്ടുള്ള ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള. ഇപ്പോഴും എനിക്ക് സിനിമ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എക്സൈറ്റ്മെന്റ്. അതിൽ നിന്ന് ഇപ്പോൾ സിനിമ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സിനിമ കാണാൻ മതി, സിനിമ പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. സിനിമേനോട് നമ്മളൊരു പോയിന്റിൽ ഒരു പ്രൊഫഷൻ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. നമ്മളിത് ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത്, നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വേറൊരു കമ്പനിയിലോ വേറൊരു ജോലിയിലോ ഒരു IT കമ്പനിയിലോ ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ആർക്കോ വേണ്ടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആർക്കോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു എംപ്ലോയിനെ പോലെ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ ഒരു പ്രൊഫഷനിൽ നമ്മൾ എത്തിപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ നമ്മൾ ജോലി ചെയ്യുന്നത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. അവിടെ നമ്മൾ ഊണോ ഉറക്കോ നമ്മുടെ ഒരു സമയത്തിനും നമുക്ക് വീക്കെൻഡ്സ് ഇല്ല, അവധി ദിവസങ്ങളില്ല. നമ്മൾ എല്ലാ ദിവസവും നമുക്ക് വേണ്ടി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ഭയങ്കര സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. അത് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന സിനിമ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്.